ഹായ് മക്കളെ, വെൽക്കം ടു ടെല്ല ക്ലാസ്സസ്. അപ്പോൾ നിങ്ങൾ നീറ്റ് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഉറപ്പായിട്ടും ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ PYQs മസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. PYQs ചെയ്യുമ്പോൾ നീറ്റിൻ്റെ മാത്രം PYQs ചെയ്യാതെ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് JEE മെയിൻസിൻ്റെ റീസെൻറ്റ് ഇയേഴ്സിലെ PYQs. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 JEE മെയിൻസിന് ചോദിച്ച സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലോട്ട് പോകാം. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ നമുക്ക് JEE മെയിൻസിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നും ഇതും ഡിസ്കസ് ചെയ്യാം. നോക്കി, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് 1ൽ കുറച്ച് സബ്സ്റ്റൻസുകളുടെ മാസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. 1.8 മില്ലിഗ്രാം വാട്ടർ, 9.8 മില്ലിഗ്രാം സൾഫ്യൂരിക് ആസിഡ്, 1.8 മില്ലിഗ്രാം കാർബൺ, 5.85 മില്ലിഗ്രാം NaCl സോൾട്ട്. അവരിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്നുള്ളതാണ് ലിസ്റ്റ് 2ൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവരെ തമ്മിൽ മാച്ച് ചെയ്യാൻ നമ്മൾ ആദ്യം നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമ്പർ ഓഫ് ആറ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ 3 ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അതായത് മാസിൽ തരുവാണെങ്കിലും വോളിയത്തിൽ തരുവാണെങ്കിലും പാർട്ടിക്കിൾസിൽ തരുവാണെങ്കിലും കണ്ടുപിടിക്കാൻ നമുക്ക് 3 ഇക്വേഷൻസ് അറിയാം. മാസിൽ തരുവാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ആ ഇക്വേഷനെ നമുക്ക് ഇവിടെ എടുക്കണ്ട, കാരണം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ മാസുകളാണ്. സോ നമ്മൾ ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ ഏത് തന്നെയാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. ഇനി പാർട്ടിക്കിൾസിലായിട്ടാണ് തരുന്നതെങ്കിലോ എന്താ ഇക്വേഷൻ? ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ ഒരു മോളിക്യൂളിലുള്ള നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി വോളിയത്തിലാണ് തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് വോളിയം. സ്റ്റാൻഡേർഡ് വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 22.4 ലിറ്റർ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 3 ഇക്വേഷനാണ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ മാസിൽ തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് റിലേഷൻ എടുക്കാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ് എടുക്കാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് N ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇനി ഓരോരുത്തരുടെ വിധം എനിക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 1.8 മില്ലിഗ്രാം വാട്ടർ. 1.8 മില്ലിഗ്രാം വാട്ടറിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുമ്പോൾ അപ്പോൾ എത്ര കിട്ടും? പറഞ്ഞ മക്കളെ, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാണ്? 1.8 മില്ലിഗ്രാം. മില്ലിഗ്രാമിനെ ഗ്രാം ആക്കാൻ എന്ത് ചെയ്യാം? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയാണ്? വാട്ടർ ആകുമ്പോൾ ഒരു 2 H ഉണ്ട്, ഒരു ഓക്സിജനും ഉണ്ട്. അപ്പം 2 + 16 എത്ര കിട്ടും? 80. ഈ 18ഉം 1.8 വെട്ടി ഇവിടെ 0.1 വരും. ദാറ്റ് ഈസ് 10⁻⁻4 മോൾ എന്ന് വരും. ക്ലിയർ അല്ലേ? 10⁻⁻4 മോൾസ് എന്ന് വരും. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനോ? നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ഒരു വാട്ടർ എന്ന് പറഞ്ഞാൽ H2 അല്ലേ? അതിൻ്റെ അകത്ത് എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റം ഉണ്ട്. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും. അപ്പം 3 × 10⁻⁻4 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 3Na × 10⁻⁻4. ഇതാണ് ഫസ്റ്റ് നമ്മുടെ 1.8 മില്ലിഗ്രാം വാട്ടറിലുള്ള നമ്പർ ഓഫ് ആറ്റംസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എന്ത് വരും മക്കളെ? എ എന്ന് പറയുന്നത് 3 വരും. A3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കട്ട് ചെയ്തു പോയി. ബാക്കി 3 ഓപ്ഷനിൽ A3 ആണ്. ഇനി അടുത്ത നോക്കാം. 9.8 മില്ലിഗ്രാം സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഫോമിൽ എന്താണ്? H2SO4 ആണ്. ഓക്കെ അല്ലേ? അപ്പം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ എന്തെടുക്കും? ഗിവൺ മാസ് 9.8 ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്ര? H2SO4ന്റെ 98 ആണ്. ഇവിടെ നമ്മൾ രണ്ടും കൂടെ വെട്ടുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 0.1 വരും. അതിനെ ഗ്രാം ആക്കുമ്പോൾ 10⁻⁻4 എന്ന് തന്നെ വരും. H2SO4ൽ എത്ര ആറ്റംസ് ആണ് ഉള്ളത്? ഇത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ നേരത്തെ ഒരു H2SO4ൽ എത്ര ആറ്റംസ് ഉണ്ട് നോക്കിയിട്ട് പറഞ്ഞേ. 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു സൾഫർ ഉണ്ട്, 4 ഓക്സിജൻ ഉണ്ട്. മൊത്തത്തിൽ എത്ര പേരുണ്ട്? 7 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 7 × 10⁻⁻4 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഇതിലുള്ളത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി. 7 × 10⁻⁻4 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? B4 എന്ന് കിട്ടും. അപ്പോൾ A3യും B4ഉം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓപ്ഷനും കൂടെ കട്ട് ചെയ്തു പോയി. ബി ഓപ്ഷനും കട്ട് ചെയ്തു പോയി. ഇനി നമുക്ക് 1.8 മില്ലിഗ്രാം കാർബൺ കൂടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. നോക്കി, 1.8 മില്ലിഗ്രാം കാർബൺ. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 1.8 × 10⁻³ അതല്ലേ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാർബണിന്റെ മോളാർ മാസ് എത്രയാ? 12. 1.8ഉം 12ഉം കൂടെ വെട്ടിയാൽ നമുക്ക് 0.15 എന്നാണ് കിട്ടുന്നത് അല്ലേ? 18/12 ആണെങ്കിൽ 1.5 ആണ്. അപ്പം 1.8/12 എന്ത് വരും? 0.15 ×
10⁻³ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും 1.5 ഇൻറ്റു 10⁻⁻⁴. ഇനി ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കാർബൺ അല്ലേ ഉള്ളൂ, അപ്പോൾ എത്ര ആറ്റം ഉണ്ട്, ഒരു ആറ്റേ ഉള്ളൂ. സോ 1.5 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു എന്തെടുക്കുക, അവഗാഡ്രോ നമ്പർ എടുക്കുക. ഇതാണ് 1.8 മില്ലിഗ്രാം കാർബണിലുള്ള ആറ്റംസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും, സി എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലായി ഡി എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ C2 വരുന്ന ഏത് ഓപ്ഷനുള്ള ഓപ്ഷൻ സി, A3 B4 C2 D1. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഏത് കിട്ടിയടാ, ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഇതിപ്പോൾ നമ്മൾ തിയറിയും കൂടെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. നമുക്ക് ഇക്വേഷൻ ഇവിടെ സിംപ്ലി ആയിട്ടുള്ള ഇക്വേഷൻ ഏതാ, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ആറ്റംസ് കണ്ടുപിടിക്കാൻ അവഗാഡ്രോ നമ്പർ കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഓരോ മോളിക്യൂളിലുള്ള നമ്പർ ഓഫ് ആറ്റംസും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. മക്കളെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻസ് ദ സെയിം നമ്പർ ഓഫ് ആറ്റംസ്? ഈ തന്നിട്ടുള്ളതിൽ സെയിം നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത് ഏതിലേക്കെന്ന ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 2 gram of O2 ഗ്യാസ്. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ള മാസ്സാണ് തന്നിട്ടുള്ളത്. സോ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ എന്തെങ്കിലും ഗിവൺ മാസ് 2 ഡിവൈഡഡ് ബൈ O2 ആകുമ്പോൾ മോളാർ മാസ് എത്രയാണ്, 32 ആണ്. ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1/16 എന്ന് കിട്ടും. നമ്പർ ഓഫ് ആറ്റത്തിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, 2 കൊണ്ട്, അതായത് O2ൽ 2 ആറ്റം ഉള്ളത്, സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1/8 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ 4 gram of SO2 ഗ്യാസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് 4 ആണ്, ഡിവൈഡഡ് ബൈ SO2 എന്ന് പറയുമ്പോൾ മോളാർ മാസ് എത്ര കിട്ടും, 32 + 32 64 എന്ന് വരും അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/16 എന്ന് കിട്ടും. ഇൻറ്റു ഒരു SO2ൽ എത്ര ആറ്റം ഉണ്ട്, 3 ആറ്റം ഉണ്ട്, ഒരു സൾഫറും 2 ഓക്സിജനും. അപ്പോൾ ഇൻറ്റു 3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ നമുക്ക് എത്ര വരും, 3/16 എന്ന് കിട്ടും. നമ്മൾ മൂന്നാമത്തെ എടുക്കുകയാണെങ്കിലോ 1400 ml ഓഫ് O2 അറ്റ് STP. ഇവിടെ നമുക്ക് ഗിവൺ വോളിയത്തിലാണ് തന്നിട്ടുള്ളത്. വോളിയത്തിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് എടുക്കാൻ എന്ത് ചെയ്യണം, 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ മില്ലി ലിറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് എടുക്കാൻ എന്ത് ചെയ്യും, 1400 ഡിവൈഡഡ് ബൈ 22,400 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ 2 0 വെട്ടിപ്പോവും. 14 ഡിവൈഡ് ബൈ 224 എത്ര കിട്ടും, 1/16 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? O2 എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കറിയാം 2 ആറ്റംസേ ഉള്ളൂ. അപ്പോൾ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഇത് എത്ര കിട്ടും, 1/8 എന്ന് കിട്ടും. മൂന്നാമത്തെ എടുക്കുകയാണെങ്കിൽ 0.05 ലിറ്റർ ഓഫ് ഹീലിയം ആണ്. അപ്പോൾ അവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, 0.05 ഡിവൈഡ് ബൈ 22.4 ചെയ്യും. ഇവിടെ അറ്റോമിസിറ്റി 1 ആയതുകൊണ്ട് തന്നെ ഇൻറ്റു 1 എടുത്താൽ മതി, 1 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇതാണ് ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ്. ഇനി അഞ്ചാമത്തെ കേസ് എടുക്കുകയാണെങ്കിലോ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത്രയും നമ്പർ ഓഫ് മോൾസ് 0.0625. ഇവിടെയാണ് നമുക്ക് കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പഠിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടത്. 0.0625 എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലാണ്, 1/60ക്ക് ഈക്വലാണ്. അതായത് 1/16 എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമ്മൾ ഡെസിമലായിട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് മക്കളെ, 0.0625 എന്ന് പറയുന്നത്. അപ്പോൾ 1/16 ഇൻറ്റു ഹൈഡ്രജൻ അല്ലേ, അപ്പം അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അറ്റോമിസിറ്റി എത്രയാണ്, 2 ആണ്, ഇൻറ്റു അവഗാഡ്രോ നമ്പർ. 2 16 വെട്ടി 8 കിട്ടും. അപ്പം നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടും, 1/8 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 1/8 തന്നെയാണ്, അതുപോലെ ഇതും 1/8 തന്നെയാണ്, ഇതും 1/8 തന്നെയാണ് അല്ലേ. സോ നമുക്ക് ഏതൊക്കെ 1/8 എന്ന് കിട്ടുന്നത്, ACEക്ക് എന്താണ്, സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഏത് വരും ഇവിടെ, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, an oxide of iron contains 69.9% iron. Its empirical formula is. ഒരു അയണിൻ്റെ ഓക്സൈഡ് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരു ഓക്സൈഡിൻ്റെ എംപിരിക്കൽ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് അതിനുവേണ്ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താ, ആ ഒരു അയൺ ഓക്സൈഡിൽ അയണിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് തന്നിട്ടുണ്ട്. അയണിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 69.9 ആണ്. സോ നമുക്കത് അയണിൻ്റെ ഗിവൺ മാസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അയണിൻ്റെ ഗിവൺ മാസ് എത്രയാണ്, 69.9 ഗ്രാം. അപ്പോൾ അയൺ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അയണും ഓക്സിജനും ആയിരിക്കുമല്ലോ. സോ 100%ൽ 69.9% ആണെങ്കിൽ ബാക്കി പെർസെൻറ്റേജ് ആരായിരിക്കും, ഓക്സിജൻ ആയിരിക്കും. സോ ഓക്സിജൻ്റെ ഗിവൺ മാസ് എന്ന് പറയുന്നത് എത്ര വരും, 100 - 69.9 ദാറ്റ് ഈസ് 13.1 ഗ്രാം എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ രണ്ടുപേരും മോൾസിലോട്ട് മാറ്റണം. അപ്പോൾ അയണിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്ര വരും, 69.9 ഡിവൈഡഡ് ബൈ അയണിൻ്റെ മാസ് നമ്പർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അറ്റോമിക് മോളാർ മാസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്, 56 ആണ്. അപ്പോൾ 69.9 ഡിവൈഡഡ് ബൈ 56 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1.25 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുകയാണെങ്കിലോ ഓക്സൈഡിലുള്ള ദാറ്റ് ഈസ് ഗിവൺ മാസ് എത്രയാണ്, 13.1 ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയാണ് ഒരു ഓക്സിജൻ്റെ, 16 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 16 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1.88 എന്ന് കിട്ടും.
ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ആരാണോ കുഞ്ഞു വാല്യൂ ആ കുഞ്ഞു വാല്യൂ കൊണ്ട് രണ്ടിടത്തും ഡിവൈഡ് ചെയ്യണം. 1.25 ഉണ്ട് 1.88 ഉണ്ട്. ആരാ കുഞ്ഞു വാല്യൂ? 1.25. അപ്പോൾ ഇവിടെ 1.25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇവിടെ ആകുമ്പോഴോ മക്കളെ 1.88 ഡിവൈഡഡ് ബൈ 1.25 ദാറ്റ് ഈസ് എത്ര കിട്ടും? 3/2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ അയൺ Fe അല്ലേ, Feയുടെ താഴെ 1 ഇട്ട് കൊടുക്കുക. ഓ എന്താണ്? ഓയുടെ കൂടെ എന്തോ വരുന്നത്? 3/2. അപ്പോൾ ഈ ഫ്രാക്ഷനെ മാറ്റാൻ വേണ്ടി ഞാൻ ഈ 2 ഇനി കൊണ്ടുവരും. അപ്പോൾ എന്ത് കിട്ടും? എംപിരിക്കൽ ഫോർമുല Fe2O3 എന്ന് കിട്ടും. സോ ദി എംപിരിക്കൽ ഫോർമുല ഓഫ് ഗിവൺ അയൺ ഓക്സൈഡ് ഈസ് എത്രയാണ്? Fe2O3. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. Question number 4. What volume of hydrogen gas at STP would be liberated by the action of 50 ml of H2SO4 of 50% purity on 20 gram of zinc? അതായത് ഇവിടെ നമുക്ക് എന്താണ്, ഒരു റിയാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്രമാത്രം ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാ ക്വസ്റ്റ്യൻ. എപ്പോഴാണ്? 50 ml ഓഫ് H2SO4. അതിൻ്റെ ഒരു പ്രത്യേകത തന്നിട്ടുണ്ട്, അത് 50% മാത്രമാണ് പ്യുവർ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള H2SO4ൻ്റെ 50 ml അതേപോലെ സിങ്കിൻ്റെ 20 ഗ്രാമും തമ്മിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ എത്ര ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും? ആ ഒരു ഹൈഡ്രജൻ ഗ്യാസിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം നമുക്ക് ഇവരുടെ റിയാക്ഷൻ എഴുതി നോക്കാം. ഇവിടെ റിയാക്ഷൻ എഴുതുവാണെങ്കിൽ സിങ്കും H2SO4 അല്ലേ മക്കളെ റിയാക്റ്റൻസ്. സോ സിങ്കും H2SO4 തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എഴുതാം ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആരാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതിൻ്റെ കൂടെ ഇനി വരാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആരാ? ഇവിടെ ഒരു സിങ്കും കിടപ്പുണ്ട്, ഇവിടെ ഒരു SO4ഉം കിടപ്പുണ്ട് ഇല്ലേ. സോ അവരെ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്തെഴുതാം? സിങ്ക് സൾഫേറ്റ് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതാൻ പറ്റുന്ന റിയാക്ഷൻ. സിങ്ക് പ്ലസ് H2SO4 ഗിവ് സിങ്ക് SO4 പ്ലസ് H2. ഇനി ഈ റിയാക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി, ഒരു മോൾ സിങ്ക് ഉണ്ടെങ്കിൽ അതിന് ഒരു മോൾ H2SO4 എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ട് ചെയ്തിട്ട് ഒരു മോള് സിങ്ക് സൾഫേറ്റും ഒരു മോള് ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു മോള് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എത്ര മോള് സിങ്കും എത്ര മോള് സൾഫ്യൂരിക് ആസിഡും വേണം? ഒരു മോള് സിങ്കും വേണം, ഒരു മോള് സൾഫ്യൂരിക് ആസിഡും വേണം. എങ്കിൽ മാത്രമേ ഒരു മോള് ഹൈഡ്രജൻ ഗ്യാസിനെ നമുക്ക് ലിബറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് എന്തെന്ന് മനസ്സിലായി? റിയാക്ഷൻ എഴുതിയതെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? സോ നമുക്കത് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി നമ്മൾ എന്തുമാത്രമാണ് സിങ്ക് ഉള്ളത് അല്ലെങ്കിൽ എന്തുമാത്രം H2SO4 ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് പ്യുവർ H2SO4നെ കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫൈൻഡിങ് പ്യുവർ H2SO4. എത്ര H2SO4 ആണ് ഈ റിയാക്ഷനിൽ പങ്കെടുത്തെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട്, 50 ml ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്രയും മക്കളെ? 1.3 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് മാസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയാണ്. സോ മാസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് കിട്ടും. അതിവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1.3 ഇൻറ്റു 50. 1.3 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 65 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ മാസ് കിട്ടിയില്ലേ? പക്ഷേ ഈ 65 ഗ്രാമും പ്യുവർ ആണോ? അല്ല, 50% മാത്രമാണ് പ്യുവർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്യുവർ ആയിട്ടുള്ള ഹൈഡ്രജൻ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? പ്യുവർ H2SO4 എടുക്കാൻ പറഞ്ഞാൽ 50% മാത്രമാണ് പ്യുവർ. സോ നമുക്ക് എടുക്കാം 50 ബൈ 50% അല്ലേ, ഇപ്പോൾ 15/100 ഇൻറ്റു 65. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 32.5 ഗ്രാം H2SO4 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിയാക്ട് ചെയ്യുന്ന H2SO4. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാണ്? 32.5 ഡിവൈഡഡ് ബൈ H2SO4ൻ്റെ മോളാർ മാസ് എത്ര കിട്ടും? 98 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.332 മോൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു റിയാക്ഷനിൽ H2SO4ൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി നമുക്ക് ആരുടെ വേണം? സിങ്കിൻ്റെ വേണം. സിങ്കിൻ്റെ കണ്ടുപിടിക്കാൻ എളുപ്പം. സിങ്കിൻ്റെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സിങ്ക് ഗിവൺ മാസ് ബൈ മോളാർ മാസ് എടുത്താൽ മതി. ഗിവൺ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 20 ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയാണ് സിങ്കിൻ്റെത്? 65. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് 0.308 മോൾ എന്ന് കിട്ടും. ഇനി നോക്കിയടാ, നമുക്ക് സിങ്ക് 0.308 മോളേ ഉള്ളൂ, പക്ഷേ സൾഫ്യൂരിക് ആസിഡ് 0.332 മോള് വന്നു അല്ലേ. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ ആരാ ലിമിറ്റിംഗ് റിയേജൻറ്റ്? നമ്മുടെ സിങ്ക് ആണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. കാരണം ആദ്യം തീർന്നു പോകുന്ന സിങ്കാണ്. സിങ്ക് 0.308 ഉള്ളൂ. ആ സമയത്ത് H2SO4 എത്രയുണ്ട്? 0.332 ഉണ്ട്. പക്ഷേ ഇത് എക്സ്ട്രാ അല്ലേ ഉള്ളത്. സിങ്ക് തീരുമ്പോൾ ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ ആദ്യം തീർന്നു പോകുന്ന സിങ്കാണ്. സോ സിങ്ക് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്.
ലിമിറ്റിംഗ് റിയേജന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്ര പ്രൊഡക്റ്റ് ഫോം ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ ലിമിറ്റിംഗ് റിയേജന്റ് ആയതുകൊണ്ട് ലിമിറ്റിംഗ് റിയേജന്റ് എത്രയാണോ അത് വെച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മോള് സിങ്ക് ഉണ്ടെങ്കിൽ 1 മോൾ ഹൈഡ്രജൻ. അപ്പോൾ 0.308 മോളാണ് സിങ്ക് ഉള്ളെങ്കിൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ മോൾസ് എത്രയായിരിക്കും ഇവിടെ? 0.308 മോൾസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കിട്ടി 0.308 ആണ്. പക്ഷെ നമുക്ക് അതാണോ കണ്ടുപിടിക്കേണ്ടതല്ല, നമുക്ക് വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസും വോളിയം കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 0.308 ഇൻറ്റു 22.4 എടുക്കും. 0.308 ഇൻറ്റു 22.4 എന്ന് പറയുമ്പോൾ അറൗണ്ട് എത്ര കിട്ടും? 6.892 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഫൈനലി നമുക്ക് ആൻസർ ഏതെന്ന് കിട്ടും? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ റിയാക്ഷൻ എഴുതുക. റിയാക്ഷൻ എഴുതുന്നതിന് ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് കണ്ടുപിടിക്കുക. ലിമിറ്റിംഗ് റിയേജന്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എത്ര ഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടി, അതിൽ നിന്ന് പ്രൊഡക്റ്റ് എത്ര ഫോം ചെയ്തു എന്ന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ആരിലാണോ വേണ്ടത്, ഇപ്പോൾ വോളിയത്തിലാണെങ്കിൽ വോളിയത്തിൽ കണ്ടുപിടിക്കാം, മാസിലാണെങ്കിൽ മാസിൽ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 5. How many grams of residue is obtained by heating 2.76 gram of silver carbonate? സിൽവർ കാർബണേറ്റ് അതായത് Ag2CO3 അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം Ag സിൽവർ പ്രൊഡ്യൂസ് ചെയ്യും, ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ഗിവൺ മാസ്സായിട്ട് തന്നിട്ടുണ്ട് 2.76 ഗ്രാം സിൽവർ കാർബണേറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ബേണിങ്ങിൽ അല്ലെങ്കിൽ ഹീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മൾ അവരുടെ റിയാക്ഷൻ എഴുതണം. അപ്പോൾ റിയാക്ഷൻ എങ്ങനെ വരും? Ag2CO3 ഹീറ്റ് അല്ലേ മക്കളെ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? Agയും CO2ഉം O2 ആയിട്ടാണ് മാറുന്നത്. ഇതിൻ്റെ അകത്ത് റെസിഡ്യൂ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? സിൽവർ ആണ്. നമ്മളിങ്ങനെ മനസ്സിലാക്കി CO2 O2 എന്താണ്? ഗ്യാസ് ആണ്. അപ്പോൾ അത് എന്ത് ചെയ്തു പോകും? ഗേഷ്യസ് ആയിട്ട് വേപ്പറായിട്ട് അങ്ങ് പോകും. അപ്പോൾ ആകെ നമുക്ക് കിട്ടുന്ന റെസിഡ്യൂൽ ആര് മാത്രമേ കാണുള്ളൂ? സിൽവർ Ag മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് Ag എത്ര ഒപ്റ്റെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എത്ര Ag കിട്ടുമെന്ന് നോക്കാം. ഇങ്ങനെ നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നമ്മൾ ആദ്യം ഈ റിയാക്ഷനെ എന്ത് ചെയ്യണം മക്കളെ? ഒന്ന് ബാലൻസ് ചെയ്യണം. ഈ റിയാക്ഷനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ Ag2CO3 ഗീസ് ഇവിടെ 2 Ag ഇല്ലേ, സോ നമുക്കിവിടെ 2 ഇട്ട് കൊടുക്കാം. 2 Ag പ്ലസ് CO2 പ്ലസ് ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ. അപ്പോൾ ഇതിനെ 3 ആക്കാൻ വേണ്ടി ഇവിടെ ആരെ ഇട്ട് കൊടുക്കാം? ഹാഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ റിയാക്ഷൻ എന്തായി? ബാലൻസ്ഡ് ആയി. Ag2CO3 ഗീസ് 2 Ag പ്ലസ് CO2 പ്ലസ് ഹാഫ് O2 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ സ്റ്റെപ്പ് ഓരോരോ സ്റ്റെപ്പായിട്ട് എഴുതാം. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ Ag2CO3 എന്ന് പറഞ്ഞാൽ എത്രയാണ് മാസ് വരുന്നത്? ഒരു Agയുടേത് 108 ആണ്. അപ്പോൾ 2 Ag ഉണ്ട്. അപ്പോൾ 108 ഇൻറ്റു 2 പ്ലസ് ഒരു കാർബൺ ആകുമ്പോൾ 12 ആണ്, പ്ലസ് 3 ഓക്സിജൻ ഉണ്ട്. അപ്പം 3 ഇൻറ്റു 16. ഇത് ഇത്രയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 276 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ 276 ഉണ്ടെങ്കിൽ എത്ര Agയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 2 ഇൻറ്റു 108 അതായത് 216 ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാ? 2.76 ഗ്രാം സിൽവർ കാർബണേറ്റ് ആണെങ്കിൽ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മനസ്സിലായി 276 ഗ്രാം സിൽവർ കാർബണേറ്റ് ഉണ്ടെങ്കിൽ 216 ഗ്രാം ആണ് റെസിഡ്യൂ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ 1 ഗ്രാം സിൽവർ കാർബണേറ്റ് ആണെങ്കിലോ മക്കളെ 216/276 ഗ്രാം റെസിഡ്യൂ അതായത് സിൽവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 2.76 ഗ്രാമിന് അപ്പോൾ എന്ത് ഇട്ടാൽ മതി? 2.76 ഇൻറ്റു 216 ഡിവൈഡഡ് ബൈ 276 എടുത്താൽ മതി. ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡ് ബൈ 100 എന്ന് വരും. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2.16 ഗ്രാം എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിയടാ. What is the mole fraction of water in 10% by weight of aqueous urea solution? ഒരു യൂറിയ സൊല്യൂഷനിൽ വാട്ടറിൻ്റെ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 10% ആണ് എങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? എനിക്കറിയാം 100% മാസ് പെർസെൻറ്റേജ് നമ്മൾ എപ്പോഴും പറയുന്നത് എത്രയിലാണ്? 100%ലാണ്. അപ്പം 100%ൽ 10% ആരുള്ളത്? യൂറിയ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? സോ നമുക്ക് പറയാം യൂറിയ എന്ന് പറയുന്നത് എത്രയാണ്? 10 ഗ്രാം ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റ് എത്രയായിരിക്കും? 100 എടുക്കുകയാണെങ്കിൽ 90 ഗ്രാം ആയിരിക്കുമല്ലോ. നമുക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ ഈസിക്കൽ ടു എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ യൂറിയ എന്ന് പറയുമ്പോൾ ഫോർമുല അറിയാവോ? NH2 NHCONH
ഇതാണ് നമ്മുടെ യൂറിയയുടെ ഫോർമുല, NH2CO NH2. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മോളാർ മാസ് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10/60. അതിന് നമുക്ക് എത്രയെന്ന് എഴുതാം? 1/6 എന്ന് എഴുതാം. ഇതേപോലെ നമുക്ക് ആരുടെ നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കണം, വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കണം. വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് എത്രയാണ്? 90 ഡിവൈഡ് ബൈ വാട്ടറിൻ്റെ മോളാർ മാസ് എത്രയാണ് കിട്ടുന്നത്? 18. സോ 19/18 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 5 എന്ന് കിട്ടും. നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ. അപ്പോൾ എത്ര വരും? 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1/6 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 6 എത്രയാണ്? 13 പ്ലസ് 1 31. 31 ഡിവൈഡ് ബൈ 6, ഈ 6 അങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ 13 ഡിവൈഡ് ബൈ 31 എന്ന് കിട്ടും. ഏകദേശം 1ന് കുറച്ച് താഴെയുള്ള വാല്യൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷനിൽ ഏത് മാത്രമേ ഉള്ളൂ? 0.967. അപ്പോൾ ആൻസർ ഏത് വരും പറഞ്ഞ്? ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇത് കറക്റ്റ് ഓർഡർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ. നമുക്ക് തന്നിട്ടുള്ള 3 പേരുണ്ട്. 2 മോൾസ് ഓഫ് സൈക്ലോഹെക്സിൻ, അതുപോലെ 684 ഗ്രാം ഓഫ് സൂക്രോസ്, 19.8 ലിറ്റർ ഓഫ് ഡൈഹൈഡ്രജൻ. ഇവരെ ആറ്റത്തിൻ്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം 2 മോൾസ് ഓഫ് സൈക്ലോഹെക്സിൻ എടുക്കുകയാണെങ്കിൽ നോക്കി, ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായി? നമ്മൾ സൈക്ലോഹെക്സിൻ്റെ ഫോർമുല അറിയണം. സൈക്ലോഹെക്സിൻ എന്ന് പറഞ്ഞാൽ എത്ര? 6H12 ആണ്. അതായത് ഒരു സൈക്ലോഹെക്സിനിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6 കാർബണും 12 ഹൈഡ്രജനും. അതായത് 18 ആറ്റംസാണ് ഉള്ളത് അല്ലേ? അപ്പം നമ്പർ ഓഫ് ആറ്റംസ് എടുക്കാൻ നേരത്ത്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എടുക്കാൻ നേരത്ത് എന്ത് വരും? 2 മോളല്ലേ? അപ്പോൾ 2 × 18 ദാറ്റ് ഈസ് 36 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതായത് 36 മോൾ ആറ്റംസ് ആണ് എന്തിലുള്ളത്? 2 മോൾ സൈക്ലോഹെക്സിനിലുള്ളത്. ഇതേപോലെ നമുക്ക് ഓരോരുത്തരുടെയും കണ്ടുപിടിക്കാം. 684 ഗ്രാം സൂക്രോസ്. സൂക്രോസ് എന്ന് പറയുമ്പോൾ ഫോർമുല എന്തുവാ? C12H22O11 എന്ന ഫോർമുല. ആദ്യം നമുക്കിവിടെ മാസ് ആയിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്രയാണ്? 684. സൂക്രോസിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ അതായത് 12 × 12 പ്ലസ് 22 പ്ലസ് 11 × 16. മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 342 എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ എത്ര ടൈംസ് ആ? 2. അപ്പം നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 2 ആണ്. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരുവാടാ? 2 മോളുണ്ടല്ലേ? അപ്പോൾ 2 × 1 മോളിൽ എത്ര ആറ്റംസ് ഉള്ളത്? 12 കാർബൺ, 22 ഹൈഡ്രജൻ, 11 ഓക്സിജൻ. അപ്പോൾ 2 2 4 1 5, 1 2 3 1 4 45. അപ്പോൾ 2 × 45 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 19 മോൾ ആറ്റംസ് ആണ് എന്തിലുള്ളത്? 684 ഗ്രാം സൂക്രോസിലുള്ളത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് മൂന്നാമത്തത് എഴുതിയാലോ. മൂന്നാമത്തത് ആരാണ്? 19.8 ലിറ്റർ ഓഫ് ഡൈഹൈഡ്രജനേറ്റ് STP. അപ്പോൾ ഇവിടെ വോളിയം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗിവൺ വോളിയം 19.8 ഡിവൈഡഡ് ബൈ മോളാർ വോളിയം എത്രയാണ്? 22.4. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 4 മോൾ എന്ന് കിട്ടും. എത്ര കിട്ടും? 4 മോൾ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് എടുക്കാൻ നേരത്ത് ഒരു മോളിൽ എത്ര ആറ്റംസാണ് ഉള്ളത്? ഡൈഹൈഡ്രജൻ അല്ലേ? അപ്പോൾ ഒരു മോളിൽ 2 ആറ്റംസ്. അപ്പോൾ 4 × 2 ദാറ്റ് ഈസ് 8 മോൾ ആറ്റംസ് ആണ് എന്തിലുള്ളത്? 19.8 ലിറ്റർ ഓഫ് ഡൈഹൈഡ്രജനിലുള്ളത്. ഇനി ഇവരെ ഓർഡറിൽ എഴുതാം. ഏറ്റവും കൂടുതലുള്ള ആരാ മക്കളെ? 684 അല്ലേ? അതായത് B ആണ്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? B ഗ്രേറ്റർ ദാൻ, പിന്നുള്ളത് ആരാണ്? A ഗ്രേറ്റർ ദാൻ C. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ D. Question number 8. Number of moles and number of molecules in 1.4187 liter of SO2 at STP respectively are. നോക്കിയടാ, നമുക്ക് നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾസും കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വോളിയം തന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. വോളിയം ഡിവൈഡ് ബൈ 22.4 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വോളിയം എത്രയാണ്? 1.4187 ഡിവൈഡഡ് ബൈ 22.4. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.063 മോൾ എന്ന് കിട്ടും. 0.063 മോൾ എന്ന് കിട്ടി. അപ്പം നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ കളയാൻ പറ്റും? നമുക്ക് ഓപ്ഷൻ എയും കളയാൻ പറ്റും, ഓപ്ഷൻ സിയും കളയാൻ പറ്റും, ഓപ്ഷൻ ഡിയും കളയാൻ പറ്റും. ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടിയതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും. ഇനി എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണോടാ? നമുക്കറിയാം നമ്പർ ഓഫ് മോൾസിന് നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ എത്ര കിട്ടും? 0.063 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23. ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഏതായിരിക്കും ആൻസർ വരുന്നത്? 3.812 ഇൻറ്റു 10⁻22 എന്നായിരിക്കും വരുന്നത്. സോ ആൻസർ ഏത് വരും?
ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. Question number 9. The ratio of mass percentage of carbon is to hydrogen in a hydrocarbon is 12:1. അതായത് മാസ് പെർസെൻറ്റേജിൻ്റെ റേഷ്യോ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ളത് എത്രയും മക്കളെ 12:1 ആണ്. അപ്പോൾ എനിക്ക് എഴുതാം C:H എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട് 12:1 ആണ്. ഇഫ് ഇറ്റ് ഹാസ് 2 കാർബൺ ആറ്റംസ്, അതിൻ്റെ അകത്ത് 2 കാർബൺ ആറ്റമാണ് ആ ഹൈഡ്രോകാർബണിനുള്ളിൽ എന്നോട് എടുത്തു പറഞ്ഞു. അപ്പോൾ എനിക്ക് C2 ഹൈഡ്രജൻ എത്രയെന്ന് അറിഞ്ഞൂടല്ലോ HX എന്ന് എഴുതാം. ഇതാണ് എൻ്റെ ഹൈഡ്രോ കാർബൺ. അപ്പോൾ ആദ്യം എനിക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എനിക്കറിയാം C2H6, അതായത് C2 എന്ന് പറയുമ്പോൾ എത്രയാണ് 24/x. അതിൻ്റെ റേഷ്യോ എന്തിന് ഈക്വലാണ്? 12/1 ഈക്വലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ 24 എന്തെന്ന് കിട്ടും? 12x എന്ന് കിട്ടും. x എത്ര വന്നു? 2 എന്ന് വന്നു. അപ്പോൾ എനിക്ക് ഹൈഡ്രോ കാർബൺ കിട്ടിയില്ലേ മക്കളെ? എന്തോ ഹൈഡ്രോ കാർബൺ C2H2 ആണ് ഇവിടെ നമുക്ക് വേണ്ടുന്ന ഹൈഡ്രോ കാർബൺ എന്ന് കിട്ടി. നീ നോക്കി, ഇത് വെയിറ്റ് ഇൻ ഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോംഡ് വെൻ 3.38 ഓഫ് ദിസ് ഹൈഡ്രോ കാർബൺ ഈസ് കംപ്ലീറ്റ്ലി ബേർൺഡ് ഇൻ ഓക്സിജൻ. അതായത് 3.38 ആയിട്ടുള്ള ഈ ഹൈഡ്രോ കാർബൺ C2H2നെ എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്താൽ എനിക്ക് എത്രയാണ് കാർബൺ ഡയോക്സൈഡ് കിട്ടുക? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ഇനി എന്ത് ചെയ്യണം? ഞാൻ ഇവർ തമ്മിലുള്ള റിയാക്ഷൻ എഴുതാം. ഇവർ തമ്മിലുള്ള റിയാക്ഷൻ എഴുതുമ്പോൾ എന്ത് വരും? C2H2 പ്ലസ് എന്ത് ചെയ്യുക? ബേൺ ചെയ്യല്ലേ? ഇപ്പോൾ പ്ലസ് ഓക്സിജൻ ഗീസ് ആരെയൊക്കെ തന്നെ കംപ്ലീറ്റ്ലി ബേൺ ചെയ്യുകയാണെങ്കിൽ CO2ഉം H2ഉം. ഓക്കെ അല്ലേ? ഇവിടെ 2 കാർബൺ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ 2 ഇട്ട് കൊടുക്കണം. ക്ലിയർ അല്ലേ? H2 ഓൾറെഡി ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇനി ഓക്സിജനെ ബാലൻസ് ചെയ്യാനുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ 4ഉം 1 5 ഓക്സിജനാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 5 ഓക്സിജൻ ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം? 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി? റിയാക്ഷൻ ബാലൻസ്ഡ് ആയി. ഇനി നോക്കി, ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ 1 മോൾ C2H2ന് എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ? 2 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H2 കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H2 കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞേ ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മോൾ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 3.38 എന്ന്, അതല്ലേ ഗിവൺ മാസ്. അപ്പോൾ 3.38 ഡിവൈഡ് ബൈ മോളാർ മാസ് എത്രയാണ്? C2H2 ആകുമ്പോൾ 12 × 2 24 പിന്നെ 2 അപ്പോൾ 26. 3.38/26 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ 0.13 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H2 എത്ര കിട്ടി? 0.13. അപ്പോൾ പറഞ്ഞു 1 മോള് C2H2 ആണെങ്കിൽ 2 മോള് കാർബൺ ഡൈ ഓക്സൈഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങോട്ട് എഴുതാം നമുക്ക്. 1 മോള് C2H2 ആണെങ്കിൽ എത്ര മോള് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും? 2 മോള് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ പക്ഷേ ക്വസ്റ്റ്യനിൽ എത്ര മോളാണ് നമുക്കുള്ളത്? നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ 0.13 മോള് C2H2 ആണുള്ളത്. അപ്പോൾ എത്ര മോള് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും? 2 × 0.13 മോള് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? 2 × 0.13 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.26 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് മോളിലാണോ വേണ്ടത്? അല്ല, നമുക്ക് എത്ര ഗ്രാം, ഇൻ ഗ്രാം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആൻസർ, അതുകൊണ്ട് ഓപ്ഷൻ ഇല്ലാത്ത. അപ്പോൾ എത്ര ഗ്രാം എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0.26 × അതിൻ്റെ മോളാർ മാസ് എത്രയാണ്? ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 44 ആണ്. അപ്പോൾ 0.26 × 44 ദാറ്റ് ഈസ് 11.44 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 10. In the mass of iron converted into Fe3O4 by the action of 18 gram of steam is. അപ്പോൾ നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? അയൺ സ്റ്റീമുമായിട്ട് 18 ഗ്രാം സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്ത് Fe3O4 ഉണ്ടാവുന്നു. അപ്പോൾ ഒരു Fe3O4 ഉണ്ടാകാൻ വേണ്ടി എത്ര മാസ് ഓഫ് അയൺ ആണ് വേണ്ടത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? അയണും സ്റ്റീമും കൂടെ റിയാക്ട് ചെയ്ത് Fe3O4 പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ കണ്ടോ? Fe3O4 പ്ലസ് ആരും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും H2. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ Fe3O4ൽ 3 അയൺ ഉണ്ട്. സോ നമ്മളിവിടെ 3 ഇട്ട് കൊടുത്തു. ഇനി ഞാൻ നോക്കുമ്പോൾ ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ ഇവിടെ 4 ഇട്ട് കൊടുത്തു. ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ട്. അതിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ ഒരു 4 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇനി ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി 3 മോൾ Feക്ക് എന്ത് വേണം? 4 മോൾ വാട്ടർ വേണം, അല്ലെങ്കിൽ 4 മോൾ സ്റ്റീമാണ് റിയാക്ട് ചെയ്യാൻ വേണ്ടത്. 1 മോൾ Fe3O4 ഉണ്ടാക്കാൻ 3 മോൾ അയണിന് 4 മോൾ സ്റ്റീമാണ് വേണ്ടത്. അപ്പോൾ 1 മോൾ സ്റ്റീമിന് എത്ര അയൺ വേണ്ടി വരും? 3/4 മോൾ അയൺ വേണ്ടി വരും.
അല്ലേ മക്കളെ? ഇതിന് ഞാൻ 1 മോൾ സ്റ്റീമിൻ്റെത് കണ്ടുപിടിച്ച എൻ്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 18 ഗ്രാം ഓഫ് സ്റ്റീമിന് എന്ന് റിക്വയർമെന്റ് ഉണ്ട്. 18 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ വാട്ടറിനെയാണ് നമ്മൾ 18 ഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് കണ്ടുപിടിച്ചേ? 1 മോൾ സ്റ്റീമിന്റെ കണ്ടുപിടിച്ചത്. അപ്പോൾ 1 മോൾ സ്റ്റീമിന് എത്ര വന്നു? 3/4 മോൾ ഓഫ് അയൺ. പക്ഷെ എനിക്ക് മോളിലല്ല വേണ്ടത്, മാസിലാണ് വേണ്ടത്. അപ്പൊ 3/4 ഇൻറ്റു 1 മോൾ അയൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 56 ആണ്. 4ഉം 56 കൂടെ പറ്റി എത്ര കിട്ടും? 14. 14 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 42 ഗ്രാം എന്ന് കിട്ടി. അപ്പൊ ആൻസർ ഏത് വരെടാ? ഓപ്ഷൻ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 11. For the given reaction, CeCO3 plus 2HCl gives CeCl2 plus H2O plus CO2. If 90 gram of CeCO3 is added to 300 ml of HCl, which contains 38.55% HCl by mass and has density 1.13 gram per ml, then which of the following option is correct? ഇവിടെ തന്നിട്ടുള്ള റിയാക്ഷനിൽ 90 ഗ്രാം CaCO3 300 ml HCl കൂടെ റിയാക്ട് ചെയ്യുന്നു. HCl പ്രത്യേകതയുണ്ട്. 38.55% ആണ് HCl ബൈ മാസ് എന്ന് പറയുന്നത്. പ്യൂരിറ്റി, അതിന്റെ ഡെൻസിറ്റി, HClന്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. എങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ ഈ റിയാക്ഷൻ ഇങ്ങോട്ട് എടുത്തെഴുതാം. CaCO3 പ്ലസ് 2HCl gives CaCl2 പ്ലസ് H2O പ്ലസ് CO2. ഇതല്ലേ മക്കളെ തന്നിട്ടുള്ള റിയാക്ഷൻ? ഈ ഒരു റിയാക്ഷൻ ബാലൻസ്ഡ് റിയാക്ഷൻ അല്ലേ? അതെ. ഇനി ഈ റിയാക്ഷൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി 1 മോൾ CaCO3ക്ക് എത്ര മോൾ HCl വേണം? 2 മോൾ HCl ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ എത്ര മോൾ ആണ് CaCO3 ഉള്ളതെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് CaCO3 കണ്ടുപിടിക്കാം. എന്ത് ഇക്വേഷൻ നമ്മൾ എടുക്കും? ഇവിടെ CaCO3യുടെ മാസ് അല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. CaCO3 എന്ന് പറഞ്ഞാൽ എത്രയും മോളാർ മാസ്? 100 ആണ്. അപ്പൊ എന്ത് വരും? 0.9 മോൾ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞേടാ 1 മോൾ CaCO3ക്ക് 2 മോൾ HCl വേണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രകാരം 0.9 മോൾ CaCO3ക്ക് എത്ര മോൾ HCl വേണ്ടി വരും? 2 ഇൻറ്റു 0.9 മോൾ HCl വേണ്ടി വരും അല്ലേ? ദാറ്റ് ഈസ് 1.8 മോൾ HCl വേണ്ടി വരും. ക്ലിയർ അല്ലേ? 2 ഇൻറ്റു 0.9 വേണ്ടി വരും. അതായത് 1.8 മോൾ HCl ആയിരിക്കും വേണ്ടി വരുന്നത്. 1.8 മോൾ. ഇവിടെ നമുക്ക് മാസ് ഓഫ് HCl കണ്ടുപിടിക്കാമല്ലോ. മാസ് ഓഫ് HCl കണ്ടുപിടിക്കാം. നമുക്ക് മോൾസ് അറിയാം. സോ മാസ് ഓഫ് HCl ഈസ് ഈക്വൽ ടു 1.8 ഇൻറ്റു മോളാർ മാസ് ഓഫ് HCl എത്രയാണ്? ക്ലോറിൻ നമ്പർ 35.5 പ്ലസ് 1 ഹൈഡ്രജന്റെ 1. സോ 36.5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 65.7 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എത്ര മോൾ HCl ആണ് മക്കളെ? 65.7 ഗ്രാം HCl ആണ് പങ്കെടുക്കുന്നത്. നമുക്കിനി ക്വസ്റ്റ്യനിൽ നിന്ന് എത്ര മോൾ ആണ് HCl നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണ്ടേ? ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 300 ml എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെടുത്താൽ മതി? മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ദാറ്റ് ഈസ് വോളിയം എത്രയാണ്? 300 ഇൻറ്റു ഡെൻസിറ്റി എത്രയാണ്? 1.13. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 339 ഗ്രാം എന്ന് കിട്ടും. പക്ഷെ ഈ 339 ഗ്രാം തന്നിട്ടുണ്ടോ? ഇല്ല. 38.55% ആണ് HClന്റെ പ്യൂരിറ്റി. സോ ആക്ച്വൽ മാസ് ഓഫ് HCl given is equal to എന്ത് വരും? 38.55 by 100% എടുക്കാനാണ് by 100 into 339. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 130.7 ഗ്രാം എന്ന് വരും. അപ്പൊ ഇതാണ് ആക്ച്വൽ ഉള്ള മാസ്. ഇതിൻ്റെ അകത്ത് എത്രയും നമുക്ക് റിയാക്ഷൻ വേണ്ടേ? 65.7 ഗ്രാം. അപ്പോൾ മാസ് ഓഫ് HCl അൺറിയാക്റ്റഡ്, നമ്മൾ യൂസ് ചെയ്യാത്ത HClന്റെ മാസ് അൺറിയാക്റ്റഡ് എത്ര കിട്ടും? 130.7 മൈനസ് 65.7. അപ്പൊ എത്ര വരും ഇവിടെ? 65 ഗ്രാം എന്ന് കിട്ടും. കിട്ടത്തില്ലേ? അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേ? ഇതുമായിട്ട് സാമ്യമുള്ളത് ഏതാ? 64.97 അല്ലേ? സോ ഓപ്ഷൻ എ 64.97 ഗ്രാം ഓഫ് HCl റിമെയിൻസ് അൺറിയാക്റ്റഡ്. ക്വസ്റ്റ്യൻ നമ്പർ 12. A plus 2B gives AB2. 36 gram of A with molar mass 16 gram per mole and 56 gram of B with molar mass 18 gram per mole are allowed to react. Which of the following statements are correct? അതായത് എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു, AB2 പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ എയുടെ 36 ഗ്രാമും മോളാർ മാസ് 60 ആണ്, ബിയുടെ 56 ഗ്രാമും മോളാർ മാസ് 80 ആണ്. എങ്കിൽ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആ കറക്റ്റ് എന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓരോന്ന് വീതം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം റിയാക്ഷൻ എഴുതുവാണെങ്കിൽ A plus 2B gives AB2.
നമുക്കിതിൽ ഓരോരുത്തരുടെ ഗിവൺ മാസും മോളാർ മാസും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഈ റിയാക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 1 മോൾ എ ഉണ്ടെങ്കിൽ 2 മോൾ ബി വേണം, 1 മോൾ AB2 പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇത് നമുക്ക് ഈ റിയാക്ഷനിൽ നിന്ന് എഴുതാം. ഇനി നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഇസിക്കൽ ടു ഗിവൺ മാസ് എത്രയാണ്? 36 ഡിവൈഡ് ബൈ മോളാർ മാസ് എത്രയാണ്? 60. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.6 മോൾ എന്ന് കിട്ടും. എ 0.6 മോൾ ആണ് ഉള്ളത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എത്ര കിട്ടും? ഗിവൺ മാസ് എത്രയാണ്? 56 ഡിവൈഡ് ബൈ മോളാർ മാസ് എത്രയാണ്? 80. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.7 മോൾ എന്നും കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും മോൾസ് നമുക്ക് കിട്ടി മാസിൽ നിന്ന്. അതായത് 0.6 മോളും അതേപോലെ 0.7 മോളും ആണ് ഉള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 1 മോൾ എക്ക് 2 മോൾ ബി വേണമായിരുന്നു അല്ലേ? അപ്പൊ 0.6 മോൾ എക്ക് എത്ര മോൾ ബി വേണ്ടി വരും? 0.6 × 2, അതായത് 1.2 മോൾ ബി ആയിരുന്നു വേണ്ടത്. പക്ഷെ ഇവിടെ 1.2 മോൾ ഉണ്ടോ? 0.7 മോളേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി ആദ്യം തീർന്നു പോകുന്ന ആരായിരിക്കും? എടാ ബി ആയിരിക്കും തീർന്നു പോണേ. സോ ബി ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഇവിടെ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? ബി ആണ്. അപ്പൊ ഓപ്ഷൻ എ എന്താ മക്കളെ? തെറ്റാണ്. ഓപ്ഷൻ എയിൽ, അതായത് എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ എന്തുവാ? എ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന. എ ആണോ ലിമിറ്റിംഗ് റിയേജന്റ്? അല്ല, ബി ആണ് ഇവിടുത്തെ എന്ത് മക്കളെ? ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ഇനി ബി ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്രമാത്രം പ്രൊഡക്റ്റ് ഫോം ചെയ്യണോ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി എത്രമാത്രം പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുള്ളതാ ബിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 2 മോൾ ഉണ്ടെങ്കിൽ 1 മോൾ AB2 ആണ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോ ഇവിടെ എത്രയാ ഉള്ളത്? 0.7 മോൾ ബി ആണുള്ളത്. 0.7 മോൾ ബി എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 1/2 × 0.7 മോൾ AB2 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 0.7/2 മോൾ AB2. 0.7/2 മോൾ AB2നെ നമുക്ക് എന്തിലാക്കണം? മാസിലാക്കണം. മാസിലാക്കുമ്പോൾ എന്ത് വരും? 0.7/2 × AB2ന്റെ മോളാർ മാസ് വേണം. എയുടെ മോളാർ മാസ് എത്രയാണ്? 60. ബിയുടെ എത്രയാണ്? 80. അപ്പൊ 60 + 80 × 2. അപ്പൊ 60 + 160 എത്ര കിട്ടും? 220 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ വെട്ടിക്കളയുമ്പോൾ 110 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? 0.7 × 110 എത്ര വരും? 77 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള എന്താണ്? 77 ഗ്രാം ഓഫ് AB2 ഈസ് ഫൗണ്ട്. അപ്പൊ ഓപ്ഷൻ ബി എന്താണ്? കറക്റ്റ് ആണ്. സി നോക്കി, മോളാർ മാസ് ഓഫ് AB2 ഈസ് 140 ഗ്രാം പെർ മോൾ ആണോ? മോളാർ മാസ് ഓഫ് AB2 നമുക്ക് ഇവിടെ എത്രയാ കിട്ടിയേ? 220 എന്നാ കിട്ടി. എത്രയാണ്? 220 ആണ്. അപ്പൊ ഇവിടെ എന്താണ്? തെറ്റാണ്. അടുത്ത് നോക്ക്, 15 ഗ്രാം ഓഫ് എ ഈസ് ലെഫ്റ്റ് അൺറിയാക്റ്റഡ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ കഴിയുമ്പോൾ 15 ഗ്രാം ഓഫ് എ എന്ത് ചെയ്യും? അൺറിയാക്റ്റഡ് ആയിട്ട് നിൽക്കുമെന്നാ പറഞ്ഞുള്ളത്. നമുക്ക് നോക്കാം അത് കറക്റ്റ് ആണോ എന്ന്. നോക്കി, റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എത്രയാ മക്കളെ? 0.6 മോൾ ഉണ്ടായിരുന്നു. എത്രയാ പങ്കെടുക്കുന്നത് നോക്കി? 0.7 മോൾ ബി ആണ് റിയാക്ട് ചെയ്തത്. അപ്പൊ 2 മോൾ ബിക്കാണെങ്കിൽ 2 മോൾ ബിക്ക് 1 മോൾ എ ആയിരുന്നു വേണ്ടത്. നമുക്ക് റിയാക്ഷൻ ഉള്ളത് 0.7 മോൾ ബി ആണ് അല്ലെ? ബി ലിമിറ്റിംഗ് റിയേഷൻ ആണ്. 0.7 മോൾ ബി റിയാക്ട് ചെയ്യുള്ളൂ. അപ്പൊ 0.7 മോൾ ബിക്ക് ഇതിന്റെ പാതി മോൾ എ മതിയല്ലോ. 0.35 മോൾ എ മതി. ഓക്കെ അല്ലേ? അപ്പൊ മാസ് ഓഫ് എ അൺറിയാക്റ്റഡ്, റിയാക്ട് ചെയ്യാത്തത് എത്ര വരും? ഇവിടെ മൊത്തത്തിലുണ്ടായിരുന്നത് 0.6 ആണ്. 0.35 മതി. അപ്പൊ 0.6 നിന്ന് 0.35 പോയാൽ ബാക്കി എത്ര കിട്ടും? 0.25 മോള് അൺറിയാക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് അല്ലെ? ഇതിനെ നമുക്ക് ഇനി എന്തിലാക്കണം? ഗ്രാമിലാക്കണം, അതായത് മാസിലാക്കണം. അപ്പൊ മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 0.25 ഇൻറ്റു മോളാർ മാസ് ഓഫ് എ എത്രയാണ്? 60. 0.25 ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 15 ഗ്രാം എന്ന് കിട്ടും അല്ലെ? അതല്ലേ അവിടെ തന്നിട്ടുള്ളത്. സോ ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെ വരും? ബി ആൻഡ് ഡി. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ ഒന്ന് ഇങ്ങോട്ട് എഴുതാം. ബി ആൻഡ് ഡി ആണ് എന്ത് മക്കളെ? കറക്റ്റ് ആയിട്ടുള്ള. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 13. In the reaction 2Al plus 6HCl gives 2Al3 plus 6Cl minus plus 3H2. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ റിയാക്ഷൻ എഴുതുവാണെങ്കിൽ 2Al plus 6HCl gives 2Al3 plus 6Cl minus, അതിന് നമുക്ക് Al2Cl3 എന്ന് എഴുതാം, പ്ലസ് എന്തുണ്ട്? 3H2. ഇതിലെ നമുക്ക് തന്നിട്ടുള്ള റിയാക്ഷൻ. എന്നിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസിൽ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 12 ലിറ്റർ HCl is consumed for every 6 ലിറ്റർ H2 produced. അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഒന്ന് എഴുതി വെക്കാം. 2 മോൾ അലൂമിനിയം ഉണ്ടെങ്കിൽ 6 മോൾ HCl വേണം, 2 മോൾ Al3 പ്ലസും 2 മോൾ Cl മൈനസും
3 മോൾ H2 ഉണ്ടാവാം. ഇവിടെ Al3+Cl- അധികം പറയുന്നില്ല, നമ്മളിത് പറയുന്നത് ഇവർ 3 വെച്ചിട്ടാണ്. അപ്പം നോക്കി 2 മോൾ അലൂമിനിയത്തിന് ഉണ്ടെങ്കിൽ എത്ര മോൾ H2 പ്രൊഡ്യൂസ് ചെയ്യും? 3 മോൾ H2 പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അതേപോലെ പറഞ്ഞിട്ടുണ്ട് 6 മോൾ HCl ഉണ്ടെങ്കിലും ആര് പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ? 3 മോൾ H2 പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നോക്കി 12 ലിറ്റർ HCl is consumed for every 6 ലിറ്റർ H2 produced. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 മോൾ HCl-ന് 3 മോൾ H2 പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് 1 മോൾ HCl-ന് എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 0.5 മോൾ H2 പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ 1 ലിറ്ററിന് 0.5 ലിറ്റർ H2 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾക്ക് 12 ലിറ്റർ HCl എന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ 12 ലിറ്ററിന് എന്ത് ചെയ്യും? 12ന്റെ പാതി 6 ലിറ്റർ H2 എന്ത് ചെയ്യും? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇനി ബി നോക്കുകയാണെങ്കിൽ 11.2 ലിറ്റർ H2 at STP is produced for every mole of HCl consumed. അല്ലേ? നോക്കി 1 മോൾ HCl-ന് 0.5 മോൾ H2 അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 1 മോളിന് 22.4 ലിറ്റർ, 0.5 മോൾ എന്ന് അതിന്റെ പാതി 11.2 ലിറ്റർ തന്നെ വരും. അപ്പോൾ ഓപ്ഷൻ ബി എന്താണ്? കറക്റ്റ് ആണ്. സി നോക്ക് 33.6 ലിറ്റർ H2 is produced regardless of temperature and pressure for every mole of aluminum that reacts. ഓരോ മോൾ അലൂമിനിയത്തിനും എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്ന? ഹൈഡ്രജൻ 33.6 ലിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞു. നമുക്ക് നോക്കാം 2 മോൾ അലൂമിനിയത്തിന് 3 മോൾ ഹൈഡ്രജൻ ആണ്. അപ്പോൾ 1 മോൾ അലൂമിനിയത്തിന് എത്ര പ്രൊഡ്യൂസ് ചെയ്യടാ? 3/2 മോൾ ഹൈഡ്രജനാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വോളിയത്തിലാക്കുകയാണെങ്കിൽ 22.4 ലിറ്റർ അതായത് 1 മോൾ അലൂമിനിയത്തിന് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം? 22.4 × 3/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 33.6 ലിറ്റർ H2 തന്നെ കിട്ടും. 1 മോൾ അലൂമിനിയത്തിന് 33.6 ലിറ്റർ H2 തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ ഇവിടെ തെറ്റുണ്ട്. കാരണം എന്താ? അവിടെ പറഞ്ഞിട്ടുള്ളത് റിഗാർഡ്ലെസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ എവരി മോൾ ഓഫ് അലൂമിനിയം ദാറ്റ് റിയാക്ട്സ് എന്ന. ടെമ്പറേച്ചർ STP കണ്ടീഷനിൽ മാത്രമേ ഇത് വാലിഡ് ആയിട്ടുള്ളൂ. STP കണ്ടീഷനിലാണെങ്കിലാണ് മോളാർ വോളിയം 22.4 ലിറ്റർ ആവുന്നത്. അപ്പോൾ ഇവിടെ STP കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ വാലിഡ് ആവൂ. ഇവിടെ റിഗാർഡ്ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തെറ്റാണ്. അടുത്ത 67.2 ലിറ്റർ H2 gas at STP is produced for every mole of aluminum that reacts. അല്ല നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1 മോൾ അലൂമിനിയത്തിന് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതിന്റെ പാതി 67.2 അല്ല, ഇതിന്റെ പാതി 33.6 ലിറ്റർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് 2 ഓപ്ഷൻ വരുന്നുണ്ട്. എയും ബിയും എന്താ മക്കളെ? കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 14. Aqueous HCl reacts with MnO2 to form MnCl2, Cl2 and H2. What is the weight in gram of Cl2 liberated when 8.7 gram of MnO2 is reacted with excess aqueous HCl സൊല്യൂഷൻ? അപ്പോൾ നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലായി ഇവിടെ എക്സസ് ആയിട്ടുള്ള HCl ആണ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് ആര് തന്നെയാണ്? നമ്മുടെ MnO2 തന്നെയാണ്. ഇനി ഇവിടെ റിയാക്ഷൻ ആദ്യം നമുക്ക് ഇത് തമ്മിലുള്ള എഴുതാം. MnO2 ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? HCl-ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ആരുണ്ടാവുന്നു? MnCl2 ഉണ്ടാവുന്നു, Cl2 ഉണ്ടാവുന്നു, H2 ഉണ്ടാവുന്നു. ഇനി ഇതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം? ഇവിടെ 4 ക്ലോറിനില്ലേ, സോ 4 ഇടാം. അതിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പൊ റിയാക്ഷൻ എന്തായി മക്കളെ? ബാലൻസ് ആയി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? അക്വസ് HCl MnO2 ആയിട്ട് റിയാക്ട് ചെയ്തത് ഉണ്ടാവുന്നു. വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് Cl2 ലിബറേറ്റഡ് വെൻ 8.7 gram of MnO2 is reacted with HCl? ഇവിടെ MnO2 ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് എനിക്ക് മനസ്സിലായി. അതിൽ 8.7 gram MnO2 ഉള്ളെങ്കിൽ എത്ര ക്ലോറിൻ ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലിബറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? MnO2 അതേപോലെ ക്ലോറിനും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കും. 1 മോൾ MnO2 ഉണ്ടെങ്കിൽ എത്ര മോൾ ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യടാ? 1 മോൾ ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യും. എനിക്ക് ഇങ്ങോട്ട് എഴുതാലോ. 1 മോൾ MnO2-ന് 1 മോൾ ക്ലോറിൻ ആണ് എന്ത് ചെയ്യുന്നത് മക്കളെ? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ അപ്പൊ എത്ര മോൾ ഉണ്ട്? നമ്പർ ഓഫ് മോൾസ് ഓഫ് MnO2 കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്രയാണ്? 8.7 ഡിവൈഡ് ബൈ മോളാർ മാസ് എത്ര ഇട്ട്? MnO2-ന്റെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ Mn-ന്റെ 55 പ്ലസ് ഓക്സിജൻ 16 × 2 32 കൂട്ടണം. അപ്പൊ നമുക്ക് 87 എന്ന് കിട്ടും. അതായത് 0.1 മോൾ MnO2 എന്ന് കിട്ടും. അപ്പൊ പറഞ്ഞേ 0.1 മോൾ MnO2-ന് എത്ര മോൾ ക്ലോറിൻ പ്രൊഡ്യൂസ് ചെയ്യും? 0.1 മോൾ Cl2 പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇതിനെ മാസിലാക്കണം. മാസിലാക്കുമ്പോൾ എന്ത് വരുവാടാ? മാസ് ഓഫ് ക്ലോറിൻ ഈസ് ഈക്വൽ ടു 0.1 × Cl2 ആകുമ്പോൾ എത്രയാണ്? Cl ആണെങ്കിൽ 35.5, Cl2 ആകുമ്പോൾ 71. അപ്പൊ എന്ത് വരും? 7.1 gram എന്ന് വരും. അപ്പൊ ആൻസർ ഏത് വരും മക്കളെ? പറഞ്ഞേ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ
50. 40 gram of calcium metal is allowed to react with excess HCl at 1 atmospheric pressure and 273 Kelvin. Which of the following statement is incorrect? ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ഇവരെ വെച്ചിട്ട് എന്ത് ചെയ്യണം, റിയാക്ഷൻ എഴുതാം. ഇവിടെ HCl എക്സസ് ആണെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്, കാൽഷ്യം ആണ് നമുക്ക് മനസ്സിലായി. ഇനി ഇതിന്റെ റിയാക്ഷൻ എഴുതുവാണെങ്കിൽ കാൽഷ്യം പ്ലസ് 2HCl gives എന്ത് കിട്ടും, CaCl2 plus H2. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ ഗിവൺ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന റിയാക്ഷൻ ആണ് ഇത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഇതിൽ ഏതാ ഇൻകറക്റ്റ് എന്നാ. ഇത് ലിമിറ്റിംഗ് റിയേജന്റ് ഇസ് കാൽഷ്യം മെറ്റൽ, അത് ഉറപ്പല്ലേ, കാരണം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. കാരണം എന്താ, എക്സസ് HCl എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്, കാൽഷ്യം ആണ് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞുള്ളത്, 33.3 gram ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ആണ് പ്രൊഡ്യൂസ് ആയെന്ന്. അത് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം നോക്ക്. കാൽഷ്യം 14 gram തന്നിട്ട് ഇവിടെ നമുക്ക് എഴുതുകയാണെങ്കിൽ 1 മോൾ കാൽഷ്യം ഉണ്ടെങ്കിൽ എത്ര മോൾ CaCl2 പ്രൊഡ്യൂസ് ചെയ്യും, 1 മോൾ CaCl2 പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ 14 gram ആണ് കാൽഷ്യം ഉള്ളത് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് CaCl2 എത്ര വരും, 14 ഡിവൈഡ് ബൈ ഒരു കാൽഷ്യത്തിന്റെ മോളാർ മാസ് എത്രയാണ്, 40. അപ്പൊ 14/40 എത്ര കിട്ടും, 0.35 മോൾ. അപ്പൊ 0.35 ഒരു മോളില് കാൽഷ്യത്തിന് 1 മോൾ CaCl2 ആണ്. അപ്പൊ 0.35 മോൾ കാൽഷ്യത്തിന് എത്ര മോൾ കാൽഷ്യം ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യടാ, 0.35 മോൾ കാൽഷ്യം ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഇനി ഇതിനെ മാസിലാക്കാൻ മാസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, മോൾ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എന്തെടുത്താൽ മതി, മോളാർ മാസ് എടുത്താൽ മതി. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്, 0.35 ഇൻറ്റു മോളാർ മാസ് എത്രയാണ് CaCl2ന്റെ, കാൽഷ്യം 40, അതുപോലെ ക്ലോറിൻ 35.5. അപ്പൊ ഇൻറ്റു 2 എടുക്കുമ്പോൾ 71, 71 40 111. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 0.35 ഇൻറ്റു 111 എത്ര കിട്ടുന്നത്, 38.85 gram എന്നാണ് കിട്ടുന്നത് അല്ലെ. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ, 33.3 gram എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 38.85 gram ഓഫ് CaCl2 ആണ് എന്ത് ചെയ്യുന്നത് മക്കളെ, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് എടുക്കാം. ബാക്കി നോക്കി, തേർഡ് ഓപ്ഷൻ 7. അപ്പൊ നമുക്ക് ഇൻകറക്റ്റ് കിട്ടി. ഏതാ ഇൻകറക്റ്റ്, ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ്. ബാക്കിയും കൂടെ നോക്കി, 7.84 ലിറ്റർ ഓഫ് H2 ഗ്യാസ് ഈസ് ഇവോൾഡ്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, നമുക്ക് നോക്കാം. ഇവിടെ 1 മോൾ ഉണ്ടെങ്കിൽ 1 മോള് H2 തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഇവിടെ എത്ര മോളാ ഉള്ളത്, 0.35 മോളാ ഉള്ളത് കാൽഷ്യം. അപ്പൊ 0.35 മോളിന് എത്ര പ്രൊഡ്യൂസ് ചെയ്യും, 0.35 മോൾ H2 പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ വോളിയം കണ്ടുപിടിക്കാൻ നേരത്തെ എന്ത് ചെയ്യണം, 0.35 ഇൻറ്റു 22.4 എടുക്കണം. ഇത് ചെയ്യുമ്പോൾ എത്ര വരുവാ, 7.84 എന്ന് വരും. സോ ഈ ഒരു ഓപ്ഷൻ എന്താണ്, കറക്റ്റ് ആണ്. 7.84 ലിറ്റർ ഓഫ് H2 ഗ്യാസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവോൾവ് ചെയ്യുന്നത്. അടുത്ത് നോക്ക്, 0.35 മോൾ ഓഫ് H2 ഗ്യാസ് ഈസ് ഇവോൾവ്. അത് കറക്റ്റ് അല്ലേ, കാരണം 0.35 മോള് കാൽഷ്യാണ് ഉള്ളത്. അപ്പൊ എത്ര മോൾ H2 പ്രൊഡ്യൂസ് ചെയ്യുക, 0.35 മോൾ H2 ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അത് എന്താണ്, കറക്റ്റ് ആണ്. സോ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാ മക്കളെ, ഓപ്ഷൻ ബി ആണ്. അപ്പൊ 2026 JEE മെയിൻസിൽ ചോദിച്ചിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് ഏപ്രിൽ സെക്ഷനുണ്ട്, ജനുവരി സെക്ഷനുണ്ട്. ഈ 2 സെക്ഷനിലായിട്ട് ചോദിച്ച 15 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ നീറ്റിന് നമുക്ക് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഓൾ ദി ബെസ്റ്റ്.